എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. നിങ്ങൾ ആരുടെ കൂടെയാണ്? ആ കേസിലെ ഭൂരിപക്ഷം കേസും CPIM, CPI, DYFI, SFI, AISF, AIYF ഒക്കെ ഉൾപ്പെടെയുള്ളതാണ്. ആ ലിസ്റ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകളുടെ ധാരണ അവർ നടത്തിയ, കുറച്ച് ആളുകൾ നടത്തിയ ഒരു സമരമാണ്, ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസാണെന്നാണ്. അതല്ല, നൂറുകണക്കിന് കേസുകൾ ഞാൻ ഈ പറഞ്ഞ വിവിധ വിഭാഗങ്ങളുമായി ചേർന്നിട്ടുള്ള നടത്തിയിട്ടുള്ളതാണ്. ഞാനാണല്ലോ 70 ലക്ഷത്തിലധികം ആളെ പണിയെടുത്തിട്ടുള്ള ഏറ്റവും ഒപ്പിച്ച ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചത്. മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്തൊരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ, പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട്, CAAയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്, കൊല്ലം ജില്ലയിൽ. നമസ്കാരം. മുസ്ലിങ്ങളുടെ ആശങ്ക തീർക്കാൻ എന്ന പേരിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ചോദ്യോത്തരി കൈപൊള്ളിയതോടെ പിൻവലിച്ചു. ഇനി എന്തിലൊക്കെ കൈപൊള്ളും, എന്തൊക്കെ പിൻവലിക്കേണ്ടി വരും? കേന്ദ്രത്തിന് പുറമെ കേരളത്തിലും കൈപൊള്ളുന്നവർ ഉണ്ടോ? പിണറായി സർക്കാർ കേസുകൾ പിൻവലിക്കാത്തത് പൗരത്വ വിഷയത്തിലെ ഇരട്ടത്താപ്പ് എന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുന്നു. ട്രാൻസിറ്റ് ഹോം എന്ന് ഓമന പേരിട്ടിരിക്കുന്ന കൊല്ലത്തെ തടവ് കേന്ദ്രം ചൂണ്ടിക്കാട്ടി BJPയും പിണറായിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. അങ്ങനെ പൗരത്വ വിഷയത്തിൽ മോദിക്ക് പുറമെ പിണറായിക്കും മറുപടി പറയേണ്ട സ്ഥിതിയോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. പൗരത്വത്തിൽ പല വഴിക്കോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്നും AA റഹീം MP, കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല, BJPയിൽ നിന്ന് ജോർജ് കുര്യൻ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സംസ്ഥാനത്തിന് ഒരു റോളും ഈ വിഷയത്തിലില്ല എന്നു പറഞ്ഞ് കോൺഗ്രസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അതിന് ശക്തിയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുക എന്ന നിലപാട് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിരോധിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്? വേണു, നമുക്ക് ഈ രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചറിയാം, ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെക്കുറിച്ചറിയാം, കേന്ദ്രത്തിൻ്റെ അധികാരത്തെക്കുറിച്ചറിയാം, രണ്ട് കൂട്ടർക്കുമുള്ള അധികാരത്തെക്കുറിച്ചറിയാം, ഭരണഘടനയെക്കുറിച്ചറിയാം, കോടതിയെക്കുറിച്ചറിയാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരെ സംബന്ധിച്ച് ഈ CAAയുമായി ബന്ധപ്പെട്ട് ഞാനും താങ്കളുമൊക്കെ 2019-20 കാലഘട്ടങ്ങളിൽ എത്രയോ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ CAAയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് CAA എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് 2019 കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ്, ഒരു ഡിസംബറിൽ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാടിലൊരു വ്യത്യാസവുമില്ല. ഞങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ പോരാട്ടം നടത്തുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇന്നും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ്. നേരത്തെയുള്ള കേസുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട്, അത് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ആ കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പോകുന്നു. അപ്പോൾ CAA സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ CAAക്കെതിരായി നടത്തിയിട്ടുള്ള സമര പരിപാടികളെ സംബന്ധിച്ചും അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ ഏകദേശം 800-ലധികം കേസ് എടുത്തിട്ടുള്ളതിൽ 1700-ലധികം ആളുകളെ ഇതിൽ പ്രതിയാക്കിയതിൽ കേസുകളിൽ വളരെ തുലവും ജ്യോതി, ഇതിൽ അടിസ്ഥാന പ്രശ്നം കേസുകളുടെ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് ഈ സർക്കാരാണല്ലോ നിയമസഭയിൽ നിങ്ങളുമായി എല്ലാം ചേർന്നുകൊണ്ട് ഐകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കുന്നത്. അതിന്റെ സാധുത എത്രയാണ്? ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും യോജിച്ച ഒരു പ്രവൃത്തിയാണല്ലോ, അതിന്റെ സാധുത എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? അതിൻ്റെ സാധുതയെക്കുറിച്ച് വളരെ കൃത്യമായി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കോടതിയിൽ കേസുണ്ടായിരുന്നു. കോടതി പറഞ്ഞെന്താണ്? അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയതിന് തെറ്റില്ല. അല്ലാതെ എന്തുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞതോ? കോടതി വെറുതെ അങ്ങ് പറയുകയല്ലോ ചെയ്തത്. അതൊരു അഭിപ്രായ പ്രകടനമാണ് എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന നിയമം അനുസരിക്കരുത് എന്ന് ആ പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നില്ല. ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് പോകുക എന്ന് പറയുന്ന കാര്യമാണ് അതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അതിലെ പ്രതിഷേധം മാത്രമാണ് അറിയിച്ചത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്.
അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ അത് തന്നെയാണ് പറയാൻ ആഗ്രഹിച്ചതും പറയാൻ വന്നതും. താങ്കൾ അത് പൂരിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ആ വസ്തുത അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ അത് ഈ മലയോര മേഖലയാണ്. ആ മലയോര മേഖലയിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള തർക്കം, ആ കോൺഫ്ലിക്റ്റ് വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേന്ദ്രത്തിന്റെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, ആ നിയമത്തിന് മുകളിലേക്കായി ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ അത്തരത്തിൽ സിഎയുമായി ബന്ധപ്പെട്ട് ഭരിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ആയിക്കോട്ടെ, അന്നത്തെ ഉദ്ദേശിച്ച് സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു പോയാണെങ്കിൽ വേണം നമുക്ക് ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു പോവാം. ഞാൻ പറഞ്ഞു കണ്ടന്റ് അതിന്റെ ആ നിയമത്തിന്റെ മനുഷ്യ സംഘർഷം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ പറയുന്ന മുസ്ലിം ഇതര എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ പോകുന്ന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ നമുക്ക് ഈ ചർച്ചയിൽ ഊന്നാം. ജ്യോതി, എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെ അസാധുവാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഈ ഇത്തരം ആളുകൾ ആരുമില്ല എന്നൊരു വാദഗതി വയ്ക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ഒരു സാധുത ഇതിന് പ്രത്യേകമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് ശരിയല്ല. ഇപ്പോൾ ആദ്യത്തെ കാര്യം, കേരളത്തിൽ ഇത്തരക്കാരില്ലല്ലോ എന്ന്. ഇത്തരക്കാരുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അതല്ലേ ഈ പറയുന്ന ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലുമുള്ള ഉന്നതാധികാര സമിതികളുടെ ഘടന. അപ്പൊ ഇതൊരു വലിയ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന നീക്കമാണ്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വേണ്ടേ ഒരു നിലപാടെടുക്കാൻ? അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് വേണു ഞങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുക തന്നെ ചെയ്യും. ആ നിയമപരമായി നേരിടലിനെ സംബന്ധിച്ച് നമുക്ക് കോടതിയെ സമീപിക്കുക അല്ലാതെ മറ്റെന്താണ് മാർഗവും താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരും. ഞാൻ കേൾക്കാം. താങ്കളൊന്ന് പറയൂ, എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക? ഞങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ തിരിച്ചൊന്ന് പറയും. ഞാൻ കേൾക്കാം. താങ്കൾ പറഞ്ഞത് ശരിയെങ്കിൽ ശരി, അംഗീകരിക്കാം. ഞങ്ങൾ ആ നിലപാട് കോടതിയിൽ പോകാൻ കഴിയുമോ ഇല്ലയോ, മറ്റെന്താണ്? ആകെ കോടതി മാത്രമാണ് ഇതിൻ്റെ അകത്തെ പോംവഴി. അങ്ങനെയല്ലല്ലോ ഈ വിഷയത്തെ കാണേണ്ടത്. അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, കേരളത്തിൽ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ആളുകളില്ല എന്നൊരു വാദം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ആണല്ലോ? അവിടെയാണ് ഒരു മറുചോദ്യം. ഇങ്ങനെ അനധികൃതമായി താമസിക്കുന്ന സ്ഥലമാണ് ബംഗാളിൽ മമതാ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ, ചട്ടത്തിലൂടെ, അല്ലേ? ആ ഗൗരവം ഉൾക്കൊണ്ട് എല്ലാവരും ഒന്നിക്കേണ്ട ഒരു വിഷയമാണിത്. സംസ്ഥാനങ്ങളെ തന്നെ എന്ന് വെച്ചാൽ എന്താണോ BJPയുടെ താല്പര്യം, അതിന് വിഘാതം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മുഴുവൻ നിയമപരമായി റദ്ദാക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നു. അതിന് എതിരായിട്ടുള്ള ഐക്യനിരയല്ലേ ഉണ്ടാകേണ്ടത്? ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് മാത്രമാണോ ഒരു സാധുത? ഇതെല്ലാം തന്നെയും കൂട്ടായുള്ള ഈ BJP സർക്കാരിനെ പ്രതിരോധിക്കുന്ന വഴികളല്ലേ? അതിന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? താങ്കൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, താങ്കൾ ഈ കേരളത്തിന്റെ പരിപ്രേക്ഷയിലേക്ക് മാത്രമായി നിർത്തേണ്ടതില്ല. ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ CAAയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്, പ്രതിഷേധങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്, നിയമപരമായ വഴികൾ തേടേണ്ടതായിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. ആരെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ താങ്കൾ എന്താ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമം വന്നപ്പോൾ തന്നെ നമ്മൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുള്ളതാണ്. ആ പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമല്ലോ. ഞാൻ വലിയ പ്രവർത്തകരൊന്നുമല്ല, ഞാൻ ഉൾപ്പെടെ വിദേശത്തുള്ള നമ്മുടെ മലയാളികളെ അഭിസംബോധന ചെയ്യാൻ ഒന്നിലധികം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്രയ്ക്ക് ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഷയങ്ങളെ കണ്ടിട്ടുള്ളത്, ഇപ്പോഴും കാണുന്നത്. അന്ന് കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് എന്താണ്? ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിയമമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഞങ്ങൾ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല. 4 ദിവസം കൊണ്ട് പാസ്സാക്കിയ നിയമം 4 വർഷം എടുത്ത് ചട്ടങ്ങൾ പാസ്സാക്കാനെങ്കിൽ അത് കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസമാണ് കൊണ്ടുവരുന്നത്. അതിൽ രാഷ്ട്രീയമായ ലക്ഷ്യമാണ് അവരുടേത്. ഇതൊക്കെ നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇത്തരത്തിൽ എന്താ പറയുന്നത്, രാജ്യത്തെ പൗരത്വം നൽകുക എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള നിയമം കൊണ്ടുവന്നാലും അതിനെ അതിജീവിക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. അതിന് ഏതറ്റം വരെ പോയി ആയാലും നമ്മളത് അതിനെതിരെ സമരം ചെയ്യേണ്ടതായിട്ടുണ്ട്, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആർക്കാ തർക്കം? ജോർജ് കുര്യൻ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ CAA ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളുടെ പരിശോധന, അത് സാധുവാണോ അല്ലയോ എന്ന് നിശ്ചയിക്കൽ, പിന്നെ പരമമായി ഇതിന് പൗരത്വം നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന തീരുമാനമെടുക്കൽ, ഇതെല്ലാം കേന്ദ്ര ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമായി ചുരുക്കിയത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന സമിതികളിലെല്ലാം സംസ്ഥാനത്തിനൊരു നിരീക്ഷണ പ്രാതിനിധ്യം മാത്രം ആക്കി നൽകിയിരിക്കുന്നത്? നിങ്ങൾ റെയിൽവേയും ഒരു സർക്കാരിനെയും ഒരേപോലെയാണോ കാണുന്നത്?
രണ്ടിലും ഈ നിരീക്ഷണം മാത്രമുള്ള പ്രതിനിധികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. ആ ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരള സിറ്റിസൺഷിപ്പ് അല്ല. ഒരു മുഖ്യമന്ത്രി ഞാൻ സിറ്റിസൺഷിപ്പ് എൻ്റെ സംസ്ഥാനത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ യൂണിയനാവും? യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലേ? ഏതെങ്കിലും രാജ്യത്ത് അത് സംഭവിക്കുമോ? അവിടുത്തെ രാജ്യമാണ് തീരുമാനിക്കുന്നത് കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഇന്ന് വരെയും അങ്ങനെയായിരുന്നല്ലോ. പിന്നെ പരിശോധിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇവരുടെ അഡ്വൈസ് തേടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാനങ്ങളല്ല സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത്, കേന്ദ്രം തന്നെയാണ്. അത് തന്നെയാണ് അതിന്റെ മറുപടി. തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമാക്കി ഇലക്ഷൻ കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. ശ്രീ ജോർജ് കുര്യൻ, ഇതൊരു കേന്ദ്ര നിയമമാണ്. ഇതൊരു കേന്ദ്ര നിയമമാണ്. ഭരണഘടനാ അനുച്ഛേദ പ്രകാരം ഒരു കേന്ദ്ര പാർലമെന്റ് ഒരു നിയമം പാസാക്കിയാൽ സംസ്ഥാനങ്ങൾ അതിന് വിധേയപ്പെട്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ സംവിധാനമെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി ഒരു നിരീക്ഷണ പ്രാതിനിധ്യം മാത്രമുള്ള ഒന്നായി പരിമിതപ്പെടുന്നു? സംസ്ഥാനം നിർബന്ധമായും ഇത് പാലിക്കേണ്ടതാണ് എന്നതാണ് വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ സംശയം? എന്തുകൊണ്ട് റെയിൽവേയുടെ ഒരു മേഖല ഉദ്യോഗസ്ഥനെ നിരീക്ഷകനാക്കുന്ന അതേ തുലാസിൽ തന്നെ ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെയും വെക്കുന്നു? എന്ത് താരതമ്യമാണിത്? എന്ത് പ്രാതിനിധ്യമാണിത്? സാങ്കേതിക പ്രശ്നം ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ എ റഹീം ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നുണ്ട്. ശ്രീ റഹീം, നിങ്ങളിപ്പോൾ ഒരു സർക്കാർ എന്ന നിലയിൽ നേരിടുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഒന്ന്, സംസ്ഥാന സർക്കാരുകൾക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു കേന്ദ്ര നിയമമാണ്. കൂടാതെ ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയിലും ഒരു നിരീക്ഷണ സ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാതിനിധ്യവും സംസ്ഥാന സർക്കാരിന് ഈ ചട്ടങ്ങൾ നൽകുന്നുമില്ല. പിന്നെ എന്ത് പ്രതിരോധമാണ് ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, പൗരത്വ ഈ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഇവിടെ ഉണ്ടായല്ലോ. അതിലെ കേസുകളുടെ കാര്യത്തിൽ 2020 മുഖ്യമന്ത്രി നൽകിയ വാഗ്ദത്തം എന്തുകൊണ്ട് ഇപ്പോഴും കടലാസിന്റെ വില പോലും ഇല്ലാതെ നിൽക്കുന്നു? രണ്ടിനുമുള്ള മറുപടി. ഒന്നാമത്തെ കാര്യം, സംസ്ഥാനങ്ങൾക്ക് ഇതിനകത്ത് റോളുണ്ട്. റോളില്ല എന്നെല്ലാം വെറുതെ പറയുന്നതാണ്. സ്റ്റേറ്റിൻ്റെ റോൾ എന്നത് ഒന്നാമത്തെ കാര്യം ഇത് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ ഇക്കാര്യത്തിൽ സമീപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് പ്രമേയം ഇക്കാര്യത്തിൽ പാസ്സാക്കിയത്. അതൊന്നും ചെറിയ കാര്യങ്ങളല്ല. സ്റ്റേറ്റിൻ്റെ റോളാണ്. സ്റ്റേറ്റിന് റോളുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് സ്റ്റേറ്റിന് റോൾ വരുന്നത്? ഭരണഘടനാപരമായ തത്വങ്ങൾക്കുമേലുള്ള കടുത്ത ലംഘനമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം 2019 ഇവർ കൊണ്ടുവന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന ചട്ടങ്ങൾ നമ്മുടെ ആർട്ടിക്കിൾ 40 ആർട്ടിക്കിൾ 21 ഒക്കെ ലംഘനമാണ്. അപ്പോൾ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു സംസ്ഥാന സർക്കാരിന് ഇതു സംബന്ധിച്ച് ചലഞ്ച് ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്. ആ ലീഗൽ റൈറ്റാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിലൂടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, മുഖ്യമന്ത്രി തീർച്ചയായും ഇക്കാര്യത്തിലെടുക്കുന്ന ഒരു സമീപനം ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങൾക്ക്, മതനിരപേക്ഷ വിശ്വാസികൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 3, ഗവൺമെൻറ് എടുക്കുന്ന ഈ സമീപനം, ഈ കർശനമായ ഇത്തരം നിലപാടുകൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ആത്മവിശ്വാസം പകരുന്നതാണ്. ഇനി ഇത് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് വന്നാൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, 3 കാര്യങ്ങളാണല്ലോ ഇതിൽ കാണേണ്ടത്. NRC ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം സംസ്ഥാന ഗവൺമെൻറ് റോള് അത് നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, കുറേ കാലങ്ങൾക്ക് മുമ്പല്ലേ കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ പണിതുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിപക്ഷം തന്നെ വ്യാജ ആരോപണം കൊണ്ടുവന്ന് ഓർമ്മയില്ലേ? അതെന്താണെന്ന് പിന്നീട് നമ്മൾ വ്യക്തമാക്കിയല്ലോ. അപ്പോൾ സംസ്ഥാനങ്ങൾക്കിതിൽ റോളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല. ഇതിൽ സംസ്ഥാനത്തിന് റോളുണ്ട്. സംസ്ഥാനത്തിന് ഇത് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. രാജ്യത്തിനാകെ ആത്മവിശ്വാസം പകരുന്ന ഒരു ഗവൺമെൻറ്റായി, മാതൃകയുള്ള ഗവൺമെൻറ്റായി, ഇച്ഛാശക്തിയുടെ ഗവൺമെൻറ്റായി പിണറായി വിജയൻ സർക്കാർ മാറുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. എന്നിട്ടൊരു കാര്യം എനിക്ക് പറയാൻ കൂടിയുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിന് കൂടി സമയം തരണം.
ഈ കേസുകളെ സംബന്ധിച്ചാണ് ഇവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ശരിയായ ഫിഗർ ഞാൻ തിരക്കിയിരുന്നു. ഇപ്പോഴും അത് ലഭിച്ചിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാനത് പറയാം. ഇത് വെറുതെ അങ്ങ് കാട് വെച്ച് വെടിവെക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിലും ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് CAA-ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അത് നിലപാട് ശക്തിയല്ല, ആത്മാർത്ഥതയില്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിന് എന്തെങ്കിലും ചെയ്യണം. അതിന് കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ആരോപണമാണ് ഈ കേസുകളൊക്കെ എങ്കിൽ പിൻവലിക്കണ്ടേ, എന്തുകൊണ്ട് പിൻവലിച്ചില്ല? എന്താ കേസ് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യം? വേണു, ഇതുമാത്രമല്ല, ഏത് കേസുമാകട്ടെ, ഏത് കേസും ഗവൺമെൻറ് പിൻവലിക്കണമെന്ന് തീരുമാനിച്ചാലും ആ കേസുകളുടെ കൂട്ടത്തിൽ ചില പ്രത്യേക സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും കർശനമായ ഡയറക്ഷനുണ്ട്. ചില ഗണത്തിൽപ്പെട്ട ചില വകുപ്പുകളിൽപ്പെടുന്ന കേസുകൾ പിൻവലിക്കാൻ സ്റ്റേറ്റിന്, ഭരണകൂടത്തിന്, ഗവൺമെൻറ്റിന് അധികാരമില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ച കേസ്, പോലീസുകാർക്കെതിരായ ആക്രമണ സ്വഭാവമുള്ള കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകളുണ്ട്. അപ്പോൾ എക്സ്പ്ലോസീവ്, ഇങ്ങനെയുള്ള കേസുകൾ, അപ്പോൾ ഇത്തരം കേസുകളുണ്ട്. ഈ പൊതുമുതൽ നശീകരണമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അത്തരം ആ ഗണത്തിൽപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആ പരിധിയിൽപ്പെടുന്ന കേസുകൾ പിൻവലിക്കപ്പെടുക സാധ്യമല്ല. ഒന്ന്. ഇനി പിൻവലിക്കപ്പെടാൻ പറ്റുന്ന കേസുകളുണ്ടല്ലോ, അത് ഗവൺമെൻറ് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അതിൻ്റെതായ ഒരു സമയക്രമമുണ്ട്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി നടക്കുന്ന ഒരു കാര്യമല്ല അത്. ഇന്നലെ MV ഗോവിന്ദൻ എന്തായാലും ഇതിപ്പോ മറുപടി പറയേണ്ട ഒരു നിർബന്ധ സാഹചര്യം എത്തിയെന്നതിന്റെ തെളിവ് തന്നെയാണ് ഇന്നലെ MV ഗോവിന്ദന് പ്രതികരിക്കേണ്ടി വന്നത്. അദ്ദേഹം പറയുകയാണ് 249ഓളം കേസുകൾ ഇപ്പോൾ റദ്ദാക്കപ്പെടും, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇതിലിപ്പോ ഈ പറയുന്ന NSSുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്ര അതിവേഗമാണ് നടപടികളിലേക്ക് പോയത്, കേസെടുത്തതും അതുപോലെ തന്നെ അത് പിൻവലിക്കുന്നതിലും. രണ്ടിലും ഉത്സാഹം വളരെ പ്രകടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം എവിടെയാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്? അതും പ്രധാനമാണ്. ഈ പ്രോസസ്സിന്റെ കാര്യത്തിലേക്ക് മാത്രമായി ചുരുക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, അങ്ങീ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഈ പറയുന്ന വ്യവസ്ഥകൾക്കൊക്കെ വിധേയമായിട്ട് വേണമല്ലോ തമിഴ്നാടും പ്രവർത്തിക്കാൻ. അവിടെയും ഈ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായല്ലോ. ഒറ്റ കേസില്ല. ഇന്നിപ്പോൾ ഒരു മാധ്യമം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആ വരി ഞാൻ വായിക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ തമിഴ്നാട്ടിലെടുത്ത എല്ലാ കേസുകളും സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ പിൻവലിച്ചിരുന്നു. എന്തേ നിങ്ങളെല്ലാവരും ഈ പറയുന്ന രൂപത്തിൽ ഒരേ നിലപാടുമായി ശക്തമായി BJPയെ പ്രതിരോധിക്കുകയല്ലേ ഈ വിഷയത്തിലടക്കം? ഇവിടെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇത് ചെയ്യാൻ കഴിയുന്നു സ്റ്റാലിന്, ഇവിടെ പിണറായിക്ക് മാത്രം ഇതൊന്നും അസാധ്യമാകാത്തൊരു പ്രോസസ്സ് തടസ്സമായി നിൽക്കുന്നത്? കഴിഞ്ഞോ? ഇനി ഇടയ്ക്ക് ഇടപെടരുത്. വേണു മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചർച്ചയുടെ ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റിവെക്കരുത്. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് ഒരു ഗുരുതരമായ പ്രശ്നമായി നിൽക്കുന്നു. രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തന്നെ ഇല്ലാതാകുന്നു. ജനിച്ചതിൻ്റെ പേരിലല്ല, പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു. ആ ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമീകരിക്കാൻ ശ്രമിക്കുന്നത്, ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? വേണു പറഞ്ഞു വരുന്നത് എന്താണ്? അല്ലെങ്കിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും കേരളവും ഒരുപോലെയാണ് എന്നാണോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യമാണ് അതാര് ചോദിക്കുന്നു എന്നതല്ല, അങ്ങനെയെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ്. അല്ല റഹീമേ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, ബാക്കിയും റഹീം തന്നെ പറഞ്ഞോളൂ. റഹീം, ഇതിലെ പ്രശ്നം നിങ്ങൾ പറയുകയാണ്, MV ഗോവിന്ദൻ പറയുകയാണ് VD സതീശൻ അല്ല BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന്. കാരണം കൂട്ടായ പ്രക്ഷോഭത്തിന് വരുന്നില്ല. കൂട്ടായ പ്രക്ഷോഭത്തിന് തടസ്സം നിൽക്കുന്നത് എന്താണ് എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. അതിന് കൃത്യ മറുപടി വേണം. അല്ല വേണു ഒരു മിനിറ്റ് അങ്ങ് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങയുടെ അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. എന്നോട് അങ്ങ് മാന്യത കാണിക്കണം. എനിക്ക് പറയാനുള്ള സമയത്ത് ഇടയിൽ കയറി ഇടപെടുന്ന രീതിയാണെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ സഹകരിക്കാൻ മനസ്സില്ല, താല്പര്യവുമില്ല. അത് അങ്ങ് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടരാം. ഞാൻ ഇറങ്ങിയൊന്നും പോകുന്നത് മിണ്ടാതിരിക്കുക. അവിടെ നിങ്ങളിരുന്നോളൂ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. ഏത് ചോദ്യവും നേരിടാനുള്ള തുറന്ന മനസ്സോടെ ഇരിക്കൂ റഹീം. അല്ല, വേണുവിൻ്റെ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് എടുക്കില്ല. അല്ല, വേണുവിൻ്റെ അത്തരം പരിപാടികളൊന്നും എൻ്റെ അടുത്ത്, അത് ശരിയല്ല. എനിക്കെല്ലാറ്റിനും മറുപടി ഉള്ളതുകൊണ്ടല്ലേ എൻ്റെ പാർട്ടിക്ക് എന്താ ഒളിച്ചോടുന്ന പാർട്ടിയാണ്, നമ്മൾ പറയല്ലേ മറുപടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ കോലിട്ട് കുത്തുന്നതിനാ അതിനോടൊക്കെ താല്പര്യമില്ല. അല്ലല്ല, ഈ പറയുന്ന പൗരത്വ വിഷയം അത്രയും ഗൗരവമുള്ളതാണെങ്കിൽ നമുക്കിടയിൽ ഒരു തർക്കം എന്ന രൂപത്തിലേക്കും ഇതിനെ ചുരുക്കരുത്. അങ്ങ് മറുപടി പറഞ്ഞു പോകൂ.
ആ ആ അല്ല, മറുപടിയല്ല, മറുപടി പറയാൻ സമ്മതിക്കണ്ടേ? നിങ്ങൾക്ക് മറുപടിയല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി അല്ല ആവശ്യം, നിങ്ങൾക്ക് ബഹളമാണ്, എന്നിട്ട് റേറ്റിംഗ് കൂട്ടലാണ്. അതിന് ഞാൻ ഇരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടലും എൻ്റെ ലക്ഷ്യം ഈ മുമ്പിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ റഹീം പറയുകയാണ്, ഇതിനൊരു പ്രോസസ് ഉണ്ട്, ആ പ്രോസസിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തടസ്സം നേരിടുന്നത് എന്ന്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അല്ല, എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം റഹീമെ. അങ്ങനെയാണെങ്കിൽ റഹീം മറുപടി പറയും. ജ്യോതി ഒരു മിനിറ്റ്, റഹീം മറുപടി പറയും. എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ല, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവരൊക്കെ തമ്മിൽ വലിയ മത്സരമാണ്, പല ചാനലുകളും തമ്മിൽ. അവർക്ക് നല്ല റേറ്റിംഗ് കൂടണം, അതിന് ഞാനും വേണുവും തമ്മിൽ അടിക്കണം, അതിനൊരു അടി ഉണ്ടാക്കലാണ്. എൻ്റെ ലക്ഷ്യം അതല്ല, പ്രേക്ഷകരോട് പറയാനാവുന്നത് ഞാൻ. അപ്പോൾ പറയാൻ അനുവദിക്കണം, ഇതേ ഉള്ളൂ തർക്കം. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. എൻ്റെ പോയിന്റ് എന്താ, നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റി വെക്കരുത്. ഇവിടുത്തെ നിങ്ങൾ പ്രശ്നത്തിൻ്റെ ഫോക്കസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യരുത്. ഫോക്കസ് എന്താണ്? ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടന്നിട്ടുണ്ട്. ആ നടത്തിയ പ്രക്ഷോഭങ്ങൾ, ഞങ്ങളും പ്രക്ഷോഭത്തിൻ്റെ പങ്കാളികളായിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏതെങ്കിലും ആളുകളെ കേസെടുക്കാനോ വേട്ടയാടുകയോ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് പോളിസിയല്ല, അത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമാനുസൃതമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്ന മട്ടിൽ എന്തെങ്കിലും ലാഗിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അത് പരിശോധിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ വേറെ ചർച്ച നടത്ത്. ഞങ്ങളത് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഈ ഭരണഘടനാ വിരുദ്ധമായ രാജ്യത്തെ തകർക്കുന്ന സംഘപരിവാർ നടത്തിയ ഈ ഗവൺമെന്റ് നടത്തിയ നീക്കത്തിനെതിരെ ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടി ഇതുകൊണ്ട് കേട്ടുന്നതിന്റെ അർത്ഥം എന്താണ്? സതീശൻ പറയുകയാണ് നിങ്ങൾ ക്ഷണിച്ചിട്ടും അതിനൊപ്പം കൂടാത്തതിന്റെ കാരണം നിങ്ങൾ സംഘപരിവാറിന്റെ ഈ അജണ്ട നടത്തിപ്പുകാരാണ് എന്ന്. അതിന് മറുപടി പറഞ്ഞാൽ മതി. പറയാം. അത് ചോദിക്കുക, അത് പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആണ്. ഞാൻ മറുപടി പറയാം. ഞാൻ ശ്രീ വി ഡി സതീശന് മറുപടി പറയാം. ശ്രീ വി ഡി സതീശൻ എന്തർത്ഥത്തിലാണ്? ഒന്നാമത്തെ കാര്യം, ശ്രീ വി ഡി സതീശന്റെ അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇനി BJP-യിൽ പോകാതിരിക്കുമോ എന്നതിനെക്കുറിച്ച് മാത്രം തലമുകഞ്ഞാൽ മതി, ഞങ്ങളെക്കുറിച്ച് തലമുകയണ്ട. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ BJP-യോട് നിങ്ങൾ ഏതെല്ലാം തരത്തിലാണ് സഹകരിക്കുന്നത്? കോൺഗ്രസ് ഈ നിമിഷം വരെ പൗരത്വ ഭേദഗതി നിയമം എൻ്റെ നാട്ടിൽ നടപ്പിലാക്കില്ലെന്ന് എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രി പറയാത്തത്? എന്തുകൊണ്ടാണ് തെലങ്കാന മുഖ്യമന്ത്രി പറയാത്തത്? എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറയുന്നില്ല? ഞാൻ വേണുവിനെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ കൂട്ടുകൂടുന്നത് സഹകരിക്കുന്നതും ഒക്കെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് രാജ്യസഭയ്ക്കകത്ത് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ബില്ല്, സ്വകാര്യ ബിൽ കൊണ്ടുവന്നപ്പോൾ ഇവർ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നത്? ഒളിച്ചോടിയില്ലേ മുഴുവൻ പേരും? അതേസമയം അതേ രാജ്യസഭയ്ക്കകത്ത് അയോധ്യയിൽ ക്ഷേത്രം പണിതതിന് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയം പാസ്സാക്കുന്നതിന് ഇവർ കൂട്ടുനിന്നു, അവിടെ ഇരുന്നു, അവർ സാക്ഷികളായി. ആ സഭയിൽ നിന്ന് ഞങ്ങൾ ഈ രക്തത്തിൽ പങ്കില്ല, ഞങ്ങൾ ഇതിലിരിക്കില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. CPM, ലീഗ് ഇറങ്ങിപ്പോയി, അവിടെ നിന്നിട്ട് സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയി, അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിപ്പോയി, DMK ഇറങ്ങിപ്പോയി, RJD ഇറങ്ങിപ്പോയി. അപ്പോഴും ഇവർ ഇറങ്ങിപ്പോകുന്നില്ല, ഇവരെവിടെ ഇരിക്കുകയാണ്. ഈവൻ ആം ആദ്മി പാർട്ടി ഇറങ്ങിപ്പോയി, ഇവരിറങ്ങിയിട്ടില്ല, ഇവരെവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ BJP-യോടൊപ്പം കൂട്ടുകൂടിയവരാണ്. പിന്നെ അവിടെ ക്ഷേത്രം പണിയാൻ ഈ കല്ല് കെട്ടി ഇവിടെ നിന്ന് കൊടുത്തുവിട്ടവരാണല്ലോ, ആ പണിയെല്ലാം ചെയ്തവരാണ്. അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല. ഇനി സർവോപരി കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുകയാണ്, ഹോൾസെയിൽ റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. കേരളത്തിന് പുറത്തുള്ള അങ്ങയുടെ ഈ ചോദ്യങ്ങൾ പ്രസക്തമായിരിക്കുമ്പോഴും നിങ്ങൾ ഈ കേരളത്തിന് പുറത്താണ് ഈ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് അല്ലേ? അപ്പോൾ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ മാത്രം ഒരു ചെറിയ കണ്ണിലൂടെ കാണാൻ കഴിയുന്നതിനപ്പുറത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിലപാടുകളും അതിനനുസരിച്ച് മാറ്റേണ്ടത് ഉണ്ട് എന്നത് നിങ്ങളുടെ തന്നെ ഈ പറയുന്ന തീരുമാനങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകേണ്ട, നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. ചോദ്യം ഇപ്പോൾ കേരളത്തിനകത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ പറയുകയാണ് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകണം എന്ന്. ആ കൂട്ടായ്മയ്ക്ക് വിഘാതം നിൽക്കുന്ന ഘടകം നിങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോൾ ജ്യോതികുമാർ നേരിടുന്ന അനീതി മോദി സർക്കാരിൽ നിന്നല്ല, ക്ഷണിച്ചുകൊണ്ടുവന്ന് പിന്നെ ബലിയാടാക്കാൻ പോകുന്ന നിങ്ങളുടെ രീതിയിൽ നിന്നാണ്. അതിനാണ് അവർക്ക് വേണ്ടതൊരു മറുപടി. എന്ത് നീതിയാണ്? കേസുകളെ സംബന്ധിച്ചാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കേസുകളുടെ പേരിൽ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടോ? കേസെടുത്തിട്ട് 2019 ആയാലോ വേണു? ആ കേസിൻ്റെ പേരിൽ വേട്ടയാടാനാണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലെ ഞങ്ങൾ പിടിച്ച് ജയിലിലിട്ടോ?
ആ കേസിൽ പ്രതിയായ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടോ? അതല്ലല്ലോ പ്രശ്നം. ആരെങ്കിലും വീട്ടിൽ പോലീസ് അതല്ലല്ലോ കയറിയോ? പ്രശ്നം. ഇതിലെ ആരെങ്കിലും പ്രശ്നം അറസ്റ്റ് അല്ലല്ല ചെയ്യാൻ റഹീം, ചെന്നോ? ഇതിലെ പ്രശ്നം ചെന്നോ? ചില അതാണ് പോലീസുകാർ പ്രശ്നം. ഇതുമായി അതാണ് ബന്ധപ്പെട്ട് പ്രശ്നം. രണ്ടു തരം കുഴപ്പങ്ങൾ അല്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പ്രശ്നമാണ്. പുറത്തു വരുന്ന നിങ്ങൾ വിവരം. പറഞ്ഞെന്താ? ഒന്ന്, ഈ ഞങ്ങള് നിയമപ്രക്രിയയെ സങ്കീർണമാക്കുന്ന രൂപത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഇവർക്കെതിരെയൊക്കെ എടുത്തിരിക്കുന്ന, അതിൽ നിങ്ങളുമുണ്ട് കേട്ടോ, നിങ്ങളും അത് നേരിടുന്നുണ്ട്, അത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ. പക്ഷെ ചില കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായി ഈ നിയമപ്രക്രിയയെ സങ്കീർണമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പിഴയടച്ചു പോകുന്നതിനടക്കമുള്ള കാര്യങ്ങളിലും നിരന്തരം കോടതി കയറിയിറങ്ങി ഇപ്പോഴും അതിൻ്റെ നൂലാമാലകളിൽ പെട്ടുകിടക്കുന്നവരുണ്ട്. മൂന്നാമതായി പരമപ്രധാനമായ കാര്യം, ഈ കേസുകൾ പിൻവലിക്കണമെന്ന നിർദ്ദേശം പല ഘട്ടത്തിൽ പോയിട്ടും അതിൽ തടസ്സവാദം ഉന്നയിച്ച് ശക്തമായി അതത് ജില്ലകളിലെ പോലീസ് മേധാവികളുടെയും അവരുമായി അടുത്ത വൃത്തങ്ങളുടെയും ഇടപെടലുകളുണ്ട്. ഇതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ നേരിടുന്ന മറ്റൊരു ചോദ്യം. അതിനിപ്പോഴും അങ്ങ് വഴങ്ങുന്നില്ല മറുപടി നൽകാൻ. ഇത് സ്റ്റാലിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു പരിദേവനമില്ല. അവിടെ നിങ്ങൾക്കൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് വീണ്ടും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തമിഴ്നാടിന്റെ അതിർത്തിക്കകത്ത് പ്രക്ഷോഭം നടത്താൻ കഴിയും. കാരണം അതിനുള്ള സാഹചര്യം എന്താണ് എന്ന് വിശ്വാസയോഗ്യമായി സ്റ്റാലിൻ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കഴിയില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ കഴിയുകയും കേരളത്തിൽ ഐക്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണഭൂതനാരാണ്? അല്ല, ഒരു കാര്യം വേണു മനസ്സിലാക്കേണ്ട കാര്യം, ഈ തമിഴ്നാട്ടിൽ കേസ് പിൻവലിച്ചു എന്ന് പറയുന്നത് ഏതൊക്കെ സ്വഭാവമുള്ള കേസുകളാണെന്ന്, ഇവിടെ പിൻവലിച്ച് കഴിഞ്ഞതും ഇനി പിൻവലിക്കാനുള്ളതും ഏതൊക്കെ കേസുകളാണ് എന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് നോക്കാതെ, വിഭജിച്ച് നോക്കാതെ പറയാനാവില്ല. അത് പറയാം. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചോദ്യം ഉയർന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡേറ്റ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ശരി. അല്ല, അത് ഞാൻ ഒരു വാദം നിലയിൽ അംഗീകരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമല്ലോ താങ്കളൊക്കെ പറയുമ്പോൾ ആധികാരികമായിരിക്കണം. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് നമ്മളിലേക്ക് മാത്രമായിട്ട് ചുരുക്കണ്ട. അങ്ങൊന്ന് വഴങ്ങും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ റഹീം പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി, അതായത് നിങ്ങൾ കഴിഞ്ഞ തവണ ഈ പ്രക്ഷോഭം ഒന്നാം ഘട്ടത്തിൽ വന്ന ഘട്ടത്തിൽ നിങ്ങൾ ഒരു നുണപ്രചാരണം നടത്തുകയുണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ അത് BJP ആണ് ഏറ്റവും ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതിലുള്ള നിങ്ങളുടെ മറുപടി, അതായത് ഈ കൊട്ടിയത്തെ ഈ ട്രാൻസിറ്റ് സെന്റർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പാക്കിയിരിക്കുകയാണ് സുരേന്ദ്രൻ, അതിനുള്ള വഴിവെട്ടിയത് നിങ്ങളാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ CPM ഉന്നയിക്കുന്നു. അതിനുള്ള മറുപടി, കൂടാതെ ഈ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള റഹീമിന്റെ പ്രതികരണത്തിനുമുള്ള നിങ്ങളുടെ മറുപടി. ഈ ട്രാൻസിറ്റ് സെൻറ്റർ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തെ ട്രാൻസിറ്റ് സെൻറ്റർ എന്നാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്, എന്നാണ് പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞാൽ മാത്രം അതിന് മറുപടിയാകും. ഞാൻ അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. നോക്കൂ, ഇവിടെ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നു, നിങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല, നിങ്ങൾ അതിനെതിരായി സംസാരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അതേ ചോദ്യം താങ്കൾ ശ്രീ A റഹീമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സംസ്ഥാനത്തിന് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുള്ള മറുപടി എന്താണ്? 1 കോടതിയിൽ പോകാം, 2 നിയമസഭ പ്രമേയം പാസാക്കി, 3 മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ആവേശം പകരുന്ന രീതിയിൽ ഞങ്ങൾ കോടതിയിൽ പോയി. ഇതല്ലേ പറഞ്ഞുള്ളൂ. ഇതിന് മാത്രമേ കഴിയൂന്നല്ലേ ഞങ്ങളും പറഞ്ഞു. അപ്പോ ഒരു പ്രധാനപ്പെട്ട ഘട്ടമുണ്ട്. CAA ഇപ്പോൾ തന്നെ അപകടകരമാണ്. അതിനേക്കാൾ വലിയ അപകടകാരിയാകുന്നത് എപ്പോഴാണ്? സെൻസസ് എന്ന് പറഞ്ഞ് വേഷം മാറി വരാൻ പോകുന്ന പൗരത്വ രജിസ്റ്ററിന്റെ ഡേറ്റ എടുക്കലിലേക്ക്. അതിനെന്തായാലും സംസ്ഥാനങ്ങളുടെ സഹകരണം വേണം. 2021 മുതൽ അത് മുടങ്ങിക്കിടക്കുന്ന എന്തുകൊണ്ടാണെന്നേ ഈ CAA-യുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അവിടെ ഒരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ അതിവേഗത്തിൽ ഇതിലേക്കൊന്നും പോകില്ല എന്ന്. സംസ്ഥാനങ്ങളുടെ സഹകരണം വേണം. സെൻസസ് നടപ്പാക്കണമെങ്കിൽ അതിലൂടെ ഈ പറയുന്ന അമിത്ഷാ ഈ പറയുന്ന ശൃഗാല ബുദ്ധിയോടെ പറയുന്ന ക്രോണോളജി ഉണ്ടല്ലോ, അത് നടപ്പാക്കാൻ കഴിയൂ. അത് നടക്കണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ സഹകരണം വേണം. അത് നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. അത് ഇവിടെ ഈ പറയുന്ന BJP ഇതര സർക്കാർ ഭരിക്കുന്നത് കൊണ്ടല്ലേ ജ്യോതി? അത് കേരളത്തിൽ മാത്രമല്ലോ അത്തരം തീരുമാനം പറഞ്ഞിട്ടുള്ളൂ. പല സംസ്ഥാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടപ്പാക്കണ്ടേ? ഒഡീഷ പറഞ്ഞിരുന്നു, ബീഹാർ. അല്ലല്ല, കേരളത്തിൽ അത് നടപ്പാക്കണ്ടേ? കേരളത്തിൽ ഇവിടെ ഈ പറയുന്ന സെൻസസുമായി സഹകരിക്കുകയാണോ വേണ്ടത്? സഹകരിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വീണ്ടും വായിച്ചത്. സഹകരിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. സംസ്ഥാനങ്ങൾക്ക് റോളുള്ള കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ കഴിയും അല്ലേ? ഇതിനകത്ത് ഏറ്റവും നിർണായക സന്ധിയിൽ ഇടപെടാൻ കഴിയും. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാൻ സമ്മതിക്കുന്നു, 2011 സെൻസസ് കഴിഞ്ഞതിന് ശേഷം 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. സ്വാഭാവികമായും അത് മാറ്റിവെച്ചത് ഉൾപ്പെടെ CAA-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അതിന് പല സംസ്ഥാനങ്ങൾ സഹകരിക്കാത്തതിന്റെ പേരിലാണ്. അവിടെ അല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ റഹീം പറഞ്ഞ മറുപടിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്.
പിന്നെ അദ്ദേഹം പറയുന്നത് പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ ഇതിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു അവകാശവാദം. ഇവിടെ നാമജപഘോഷ യാത്രയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ പിൻവലിച്ചപ്പോൾ പറയാം, വേണമെങ്കിൽ വാദഗതിക്ക് വേണ്ടി പറയാം, അതിനകത്ത് പൊതുമുതൽ നശീകരണം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ആ കേസുകൾ പിൻവലിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, 100% സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ കേരളത്തിലെ നിയമസഭ സ്പീക്കറുടെ ഡയസ് ഉൾപ്പെടെ അടിച്ചു തറച്ച് തച്ചു തകർത്ത് താണ്ഡവ നൃത്തമാടിയ MLA മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആ കേസ് പിൻവലിക്കാൻ ഏത് എക്സ്റ്റെന്റ് വരെ പോയി എന്ന് ഞാൻ വേണുവിനോട് പ്രത്യേകം പറയേണ്ടത് ശരിയാണ്. പക്ഷെ അപ്പോഴും ജ്യോതി, അല്ല, അത് താങ്കൾ ഈ പറയുന്ന വാദത്തിന്റെ യുക്തിയെ ഞാൻ അംഗീകരിക്കുന്നു. നിയമസഭയ്ക്ക് അകത്ത് നടന്നതാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുറത്തു നടന്ന കാര്യത്തിൽ, ഈ നാമജപഘോഷയാത്രയുടെ കാര്യത്തിൽ മാത്രമേ അതിനെ പരിമിതപ്പെടുത്തരുത്. അതാ തിരുവനന്തപുരത്തെ ബഹളമായിരുന്നു, ആ കാര്യത്തിൽ എടുത്ത നിലപാടാണ്. അങ്ങ് പറഞ്ഞതുപോലെ, അല്ല ഒരു സെക്കൻഡ്, അങ്ങ് പറഞ്ഞതുപോലെ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. പക്ഷേ അങ്ങേക്ക് അഭിപ്രായമുണ്ടോ ഇതുപോലെ തന്നെ കേസുകൾ പിൻവലിക്കപ്പെടാതെ പെൻഡിംഗ് ആയി കിടക്കുന്ന ഒരു വിഷയമാണ് ഈ ശബരിമല കേസുകൾ? 2636 കേസുകളുണ്ട്. പ്രതികളായത് 25,408 പേർ, പിൻവലിച്ചത് 41 എണ്ണം മാത്രം. 2595 കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഇത് പിൻവലിക്കണമെന്ന അഭിപ്രായം ജ്യോതിക്കുണ്ടോ? ഉണ്ടല്ലോ. അവിടെ നാമജപഘോഷ അല്ലല്ല, ഈ പറയുന്ന 2595 കേസുകൾ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആരാണ് എന്നുകൂടെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം കേട്ടോ. ഈ കൊടി പിടിക്കാതെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞതില്ലേ, അത് ഈ NSSുമായി ബന്ധപ്പെട്ട മാത്രം ആളുകളല്ല. കൊടി പിടിക്കാതെ ഇറങ്ങിയ കൂട്ടത്തിൽ കൊടി പിടിച്ച് തന്നെ വന്ന കുറച്ച് ആളുകളുണ്ട്. ഇതിലെ പ്രധാന ഗുണഭോക്താക്കളായി അവർ മാറുമോ, ഒരു നിലപാടെടുക്കുമോ എന്നുകൂടി ഒന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ റഹീം പറഞ്ഞതുപോലെ ഒക്കെ ചങ്ങായിമാരാകും. വേണു, അങ്ങനെയൊന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല വേണു. ഞങ്ങൾക്ക് ഓരോ വിഷയത്തിലെയും ശരിയും തെറ്റും അറിയാം. അങ്ങനെ കൂട്ടിക്കെട്ടിയാൽ കെട്ടുന്നവരല്ല കോൺഗ്രസ്സുകാർ. അത് വേണുവെങ്കിലും ധരിച്ചിരിക്കുന്നതല്ല, റഹീമിന് മനസ്സിലാകില്ല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJPക്ക് ബദൽ കോൺഗ്രസ് ആണ്, ഒരു തർക്കവും വേണ്ട. ഇവിടെ ഒരു LDFന്റെ കൺവീനർ, ഇപ്പൊ NDA കൺവീനറായി മാറിയിരിക്കുന്ന വ്യക്തി പറയുന്നത് എന്താ, ഇവിടെ CPM-ഉം പിന്നെ BJPയും തമ്മിൽ ആ മത്സരമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് വിവരക്കേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയുന്നത് പല സ്ഥാനാർത്ഥികളും നല്ലതാണെന്ന്. അത് ഒരാൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരിക്കും, അദ്ദേഹവുമായി ചില വ്യാപാര ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ പറയുന്ന വിവരക്കേടുകളല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഒരു MP അല്ലേ റഹീം? ഈ ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് 20% വോട്ട് ഷെയർ ഉണ്ട്. ദേശീയ തലത്തിൽ BJP എതിർക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്കാണ്. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത്. അവിടെയാണ് CPM കോൺഗ്രസിനോട് യോജിക്കുന്നത്. സംസ്ഥാന തലത്തിൽ സ്വാഭാവികമായി സംസ്ഥാന തലത്തിൽ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്, അല്ലാതെ EP ജയരാജൻ പറയുന്ന പോലെ BJPയുമായിട്ടല്ല. നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ അതായിരിക്കാം. അതിലേക്ക് പോകാൻ കേരളീയ സമൂഹം അനുവദിക്കില്ല എന്ന കാര്യം ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വീണ്ടും വരുന്നു. അദ്ദേഹം പറയുന്നത് കേസ് പിൻവലിക്കാൻ വീണ്ടും 4 വർഷം കഴിഞ്ഞിട്ടും ഇനി സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ഇനി കൂട്ടായ പ്രക്ഷോഭത്തിന് നിൽക്കുന്നില്ല എന്നാണ് റഹീമിന്റെ മറ്റൊരു ആക്ഷേപം. നോക്കൂ, നിയമസഭയിൽ ഇത്തരത്തിൽ പ്രമേയം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടത്, ആദ്യം രേഖാമൂലം ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി, ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി. ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ഗവർണർ ഉൾപ്പെടെ, ഗവർണർ ഈ നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തെ തള്ളിപ്പറഞ്ഞു പരസ്യമായി. ആ ഗവർണറെ ഇംപീച്ച് ചെയ്യണം അഥവാ ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ പ്രമേയം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടവോ LDF പുറകോട്ട് പോയി. ഇല്ലേ? അതൊരു ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? അവിടെ ആരുമായിട്ടായിരുന്നു കോംപ്രമൈസ്? ഞങ്ങൾ അന്നും പറഞ്ഞു, അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിറകോട്ട് പോയത്? അന്ന് ആ ഗവർണർക്കെതിരെ അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം പിന്നീട് ഇത്തരത്തിൽ താണ്ഡവമാടാൻ വരുമായിരുന്നോ? അവിടെ മുതൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാമായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളാണ് ഒത്തുകളിച്ചിട്ടുള്ളത്. ശരി, ഞാൻ ചെക്കുട്ടിയിലേക്ക് ജ്യോതി ഇങ്ങനെ പറയുമ്പോൾ ആലോചിക്കേണ്ടത്, രേവന്ത് റെഡ്ഡി മോദിയെ പറ്റി ഒരേ വേദിയിലിരുന്ന് പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠനെന്നാണ്, ജ്യേഷ്ഠന് തുല്യനെന്നാണ്. എന്ന് മാത്രമല്ല, ഗുജറാത്തിന്റെ വികസന മാതൃകയോടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തെലങ്കാനയ്ക്കും വളരേണ്ടതുണ്ട് എന്നുമാണ് പറയുന്നത്. അല്ല, എന്നുമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് കേരള നിയമസഭയിൽ എടുത്ത ഒരു ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ. എന്നാലും നരേന്ദ്രമോദിയെ എന്റെ ജ്യേഷ്ഠതുല്യനായി എന്തായാലും, അല്ലെ, ജ്യേഷ്ഠതുല്യനായി എന്തായാലും കേരളത്തിലുള്ള ആരും കണ്ടിട്ടില്ല. അല്ലെന്നേ ഞാൻ അങ്ങനെയൊക്കെ വരാം. മുഹമ്മദ് റിയാസ് നിതിൻ ഗഡ്കരിയെയും മുഹമ്മദ് റിയാസ് നിതിൻ ഗഡ്കരിയെയും മോദിയെ കുറിച്ച് പറഞ്ഞ താങ്കൾ മറന്നുപോയോ? ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ MP ചെക്കുട്ടി, 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ഈ കേസ് പിൻവലിക്കുന്നതാണ് ഏറ്റവും ശക്തമായ വിഷയമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അത് സാധ്യമാകാതെ പോയി? അത് ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മർദ്ദം, ഒരു കടിഞ്ഞാൺ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, ആരെങ്കിലും പിടിക്കണമെങ്കിൽ പിടിക്കാം എന്ന ദുരുദ്ദേശത്തോടെ ഉള്ളതാണോ? അല്ലെങ്കിൽ ഈ 2020 മുതൽ 24 വരെയുള്ള ഈ കാലവിളംബം എന്തുകൊണ്ട്
ഇപ്പോൾ 2020 മുതൽ 2024 വരെയുള്ള കാലവിളംബത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ മോദി സർക്കാരിന്റെ ഈ കാര്യത്തിനകത്തുള്ള നിക്ഷിപ്ത താല്പര്യത്തെ CPIM അടക്കം ചോദ്യം ചെയ്യുന്നത്. ആ 4 കൊല്ലം എന്ന് പറയുന്ന മാർജിൻ ഇവർക്കും ബാധകമാണല്ലോ. തമിഴ്നാട്ടിൽ നടപ്പായതും ഇവിടെ നടപ്പാകാത്തതുമായ എന്ത് തടസ്സമാണുള്ളത്? 1. 2, ഇപ്പോൾ മമത അവിടെ പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ തന്നെ തയ്യാറാകരുത് എന്ന്. അവിടെ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഉണ്ടാകും. അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പും തുറന്നിട്ടില്ല. അസമിൽ 6 ഇടത്തുണ്ട്. അവിടെ ഇപ്പോൾ ആരാ ഭരിക്കുന്നതെന്നും അറിയാം. ബംഗാളിൽ ഉണ്ടായതായി നമുക്കെന്തായാലും വിവരമില്ല. അപ്പോൾ അവിടെ ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടായിട്ടും അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുമില്ല. ഇവിടെ ഒരു നൈജീരിയക്കാരൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ സാങ്കേതികമായ ന്യായം ഈ സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു വീടെടുത്തുകൊണ്ടതൊരു ജയിലാക്കി തന്നെയാണ് കൊട്ടിയത്ത് വെച്ചിരിക്കുന്നത്. ട്രാൻസിറ്റ് ഹോം എന്ന ഓമന പേരിട്ടുകൊണ്ട്. ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ ആളുകളില്ലാത്തതുകൊണ്ട് ജയിലുണ്ടായില്ല. ആളുകൾ ഉണ്ടെങ്കിൽ ജയിലുണ്ടാകും. അങ്ങനെയല്ലേ കരുതേണ്ടത്? ഈ ട്രാൻസിറ്റ് ഹോം എന്ന ഓമന പേരിട്ട് തന്നെ ഈ ജയിലുകൾ ഉണ്ടാകുമായിരുന്നു ഇവിടെ അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ. അതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ കൊട്ടിയത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിലായാലും തടങ്കൽ പാളയം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ഈ സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥത സംശയാസ്പദമാണോ അല്ലയോ? ഒന്നാമത്തെ കാര്യം, ഞാൻ രണ്ടാമത് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം അറിയാം. കെ സുരേന്ദ്രൻ കേരളത്തിൽ ഏതാണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ ജയിൽ എന്നോ മറ്റോ വാക്ക് മാറ്റി പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പോ ജയിലോ ഒന്നുമല്ല. ഇത്തരത്തിലുള്ള സാധാരണ നിലയിൽ വരുന്ന വിസ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള കേസുകൾ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾ താമസിപ്പിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അത്തരം കേസുകളുണ്ടാകും. മുമ്പ് ഈ മാലിക്കാരായിട്ടുള്ള ചില ആളുകളുടെ വിസ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാലോ. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ വിസ നിയമം ലംഘിച്ചാലും ശരി, പാസ്പോർട്ടിൻ്റെ വിഷയം വന്നാലും ശരി, അങ്ങനെ വന്നിരിക്കുന്ന ആളുകളുടെ കേസിൽ സർക്കാരുകൾ നടപടികൾ എടുക്കാൻ ബാധ്യസ്ഥമാണ്. അവർക്ക് താമസിക്കാൻ ജയിലിന് പകരമുള്ളൊരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഇതെല്ലാം പിന്നെ അങ്ങനെ കരുതരുത്. അങ്ങ് അതിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? ഒരു 2 നില വീടാണ്, അതൊരു ജയിലാക്കി തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. അത് വീട്ടുതടങ്കൽ തന്നെയാണ്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെ കക്ഷി രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയങ്ങൾ കാണരുത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നടപടികൾ വേണ്ടതായിട്ട് വരും. അത് കോൺസെൻട്രേഷൻ ക്യാമ്പാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയല്ല, ഒരു സെക്കൻഡ്. ശ്രീ NP ചെക്കുട്ടി, ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഈ തടങ്കൽ പാളയങ്ങൾ ഇവിടെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എന്തിന്റെ ഉറപ്പിലാണ്? ഇവിടെ അഭയാർത്ഥികളില്ല എന്നതിന്റെ ഉറപ്പിലാണ് എങ്കിൽ അതൊരു രാഷ്ട്രീയ നിലപാടായി കാണേണ്ട. അല്ല, അതിലുള്ള പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ട്രാൻസിറ്റ് സെന്റർ ഡയറക്റ്റ്ലി CAA ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. CAA എന്ന് പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശരിയാണ്. CAA-യുമായി ഇതിന് ബന്ധമില്ല. ആ വിഷയം അല്ല, ശ്രീ NP ചെക്കുട്ടി, ചോദ്യം ഇതാണ്. ഇപ്പോ ഇവിടെ കേരളത്തിൽ ഇത്തരം വിഭാഗങ്ങളില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം എന്തെങ്കിലും ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിവിടെ സാധ്യമാകുമായിരുന്നില്ലേ? ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തടങ്കൽ പാളയം ഇല്ലാത്തത് എന്നാൽ അങ്ങനെയെങ്കിൽ പറയേണ്ടി വരും. കാരണം അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളിൽ നോക്കാൻ കഴിയും. പാകിസ്ഥാൻ പൗരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു, ധാരാളം പേരുണ്ടായിരുന്നു. അധികം പേരും മുസ്ലിങ്ങളായിരുന്നു. പക്ഷെ മറ്റ് കമ്മ്യൂണിറ്റിക്കാരും പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ കുഴപ്പത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചരിത്രപരമായിട്ട് അത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു ദീർഘകാലം. അപ്പോൾ ആ തരത്തിലുള്ള മറ്റ് വൈദേശിക പൗരത്വമുള്ള ആളുകൾ, നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവിടെ കൊടുക്കിയിട്ടുണ്ട്, ഇവിടെ കൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര പാരമ്പര്യം നമുക്കുണ്ട്, അതിനെക്കുറിച്ചുള്ള ഓർമ്മകളുമുണ്ട്. പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നം CAA-യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങനെ ഒരു തടങ്കൽ പാളയങ്ങളൊന്നും ആരും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് BJP-യുടെ ആളുകൾ പറയുന്നുണ്ട്, ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. രണ്ടാമത്തെ പ്രശ്നം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, കേരളത്തിൽ CAA-യുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ 2019, 2020 ആ കേസുകൾ എന്തുകൊണ്ടാണ് പിൻവലിക്കാതിരുന്നത്? ഇന്ന് വരെ കൺവിൻസിംഗ് ആയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ വിശദീകരിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം കേസുകൾ വളരെ സാധാരണ നിലയിലുള്ള സമരങ്ങളായിരുന്നു. 2019 രാജ്യത്തെ വെട്ടിപ്പിടിക്കുന്ന തരത്തിലോ തീവെട്ടിക്കൊള്ള നടത്തുന്നതിലോ അക്രമാസക്തമായ ഒരു സമരവും വന്ന് നടന്നില്ല. വളരെ ശാന്തമായ സമാധാനപരമായ സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. മലബാറിലൊക്കെ വിശേഷം വളരെ വ്യാപകമായ സമരം നടന്നത്. പക്ഷേ ആ കേസുകളിൽ
എനിക്ക് മനസ്സിലായിടത്തോളം മഹാഭൂരിപക്ഷം കേസുകളും ഇന്നും അങ്ങനെ തന്നെ കിടക്കാണ്. എനിക്ക് 2 കേസുകൾ ഉണ്ടായിരുന്നു. 2 കേസ് കോഴിക്കോട് 2 പോലീസ് സ്റ്റേഷനിൽ. അത് പിന്നീട് കോടതിയിൽ പിന്നെന്താ പറയുക, പിഴ അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ പിഴ അടയ്ക്കാതെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അത്തരം കേസുകളിൽ ആളുകളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കേരള സർക്കാരുണ്ടായിട്ടുണ്ട്. അത് പോലീസുകാരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താം. അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള എന്താ പറയുക ഒരു ഡിറ്റർമിനേഷൻ. സർക്കാരിന് വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അന്നേ കഴിയുമായിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. ധാരാളം കേസുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ധാരാളം പേര് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങിയിട്ട് കൊണ്ട് പലരും പിഴയടച്ചിട്ട് ഒഴിവായിട്ടുണ്ട്. ഇതാണ് വസ്തുത. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കാര്യത്തിലൊന്നും കേരള സർക്കാരിന് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ ഗൗരവം സർക്കാർ ഉന്നയിക്കുമ്പോൾ തന്നെ, അത് അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇരയാവുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ, അതിൻ്റെ ഇരയാവുമെന്ന് ഭയപ്പെട്ട ആളുകൾ, അതിനെ എതിർത്ത ആളുകളെ അവരോട് ഒരു തരത്തിലുള്ള അനുതാപവും കേരള സർക്കാർ കാണിച്ചിട്ടില്ല. അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ആ ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കേരള സർക്കാരിനെ സംബന്ധിച്ചോളം അവരുടെ വാദഭംഗങ്ങൾ പലപ്പോഴും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല, നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ള ഞാൻ പറയുന്നത്. ശ്രീ എ റഹീമിയുടെ അങ്ങ് കൈയുയർത്തിക്കൊണ്ട് അങ്ങേക്ക് മറുപടി പറയാം. ഒപ്പം ഈ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് നിയമമന്ത്രി പി രാജീവും പ്രതികരിച്ചു കണ്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ അങ്ങ് പിൻവലിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് മറ്റൊരു രൂപത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാം. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. മറ്റൊരു തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാം. അത് എന്ത് സൂചനയാണ് നൽകുന്നത്? ഒരു കൂട്ടർ ഈ കാര്യത്തിൽ വളരെ വൈകാരികമായി പ്രതികരിക്കും. നിയമത്തിൻ്റെ ശക്തിയില്ല എങ്കിൽ അവർ പലതും വഴിവിട്ട് ചെയ്തു എന്നിരിക്കും. അതിന് സഹായകരമാവുന്ന അന്തരീക്ഷം സർക്കാർ ഉണ്ടാക്കിയെന്ന പഴി കേൾക്കേണ്ടി വരും. മോദി ഒരു രൂപത്തിൽ ചിന്തിക്കുന്നൊരു വിഭാഗത്തെപ്പറ്റി, സർക്കാർ ക്രമസമാധാനത്തിൻ്റെ മറപറ്റി അതേ വിഭാഗത്തെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്നൊരു കുറ്റവാളി സമൂഹമായി ചിത്രീകരിക്കുന്നു. അങ്ങനെയല്ലേ കരുതേണ്ടി വരിക? ശ്രീ റഹീം. അത് വേണുവിൻ്റെ ദുഷ്ടമനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ദുഷ്ടമനസ്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ദുഷ്ടമനസ്സാണെന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും ദുഷ്ടമനസ്സാവരുത്. ഞാൻ ശ്രീ ചെക്കുട്ടിക്കുള്ള മറുപടിയാണ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാലക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 835. സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പോലീസ് അവസാനിപ്പിച്ച കേസുകളുടെ ആകെ എണ്ണം 260. കോടതി തീർപ്പാക്കിയ കേസുകളുടെ ആകെ എണ്ണം പിഴശിക്ഷ ഉൾപ്പെടെ 283. ഇനി അടുത്ത് നിരാക്ഷേപ പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസുകളുടെ എണ്ണം 86. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ 205. അന്വേഷണ ഘട്ടത്തിലുള്ളത് 1. ഇനി ഇതുകൂടി കേട്ടോളണം. അതായത് ഇതിൻ്റെ ടോട്ടൽ സമ്മറി ഇങ്ങനെ പറയാം. ആകെ രജിസ്റ്റർ ചെയ്ത 835 കേസുകളിൽ പിൻവലിക്കാൻ അനുമതി നൽകിയ കേസുകളും പൊതു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി അവസാനിപ്പിച്ചതുമായ കേസുകളുടെ എണ്ണം 204 + 260 464 കേസുകളാണ്. പകുതിയിലധികം കേസുകൾ പിൻവലിച്ചു കഴിഞ്ഞു, നിലവിലില്ല. അടുത്ത് കേട്ടോ, ആകെ നിരാക്ഷേപ പത്രം നൽകിക്കഴിഞ്ഞ കേസുകളുടെ എണ്ണം, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം, നൽകിക്കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗം, അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം പിന്നെയും 204 464 + 204. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള 205 കേസുകളിൽ 88 എണ്ണത്തിൽ സർക്കാർ നിരാക്ഷേപപത്രം നൽകിക്കഴിഞ്ഞവയാണ്. വേണു ഒന്നുകിൽ റിഗ്രറ്റ് ചെയ്യണം. വേണു പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല, ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഇനി ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ ശ്രീ ചെക്കുട്ടിയും ഈ പറഞ്ഞതിൽ എന്താ അടിസ്ഥാനമുള്ളത്? ഞാൻ ശ്രീ ചെക്കുട്ടി അങ്ങ് മാറ്റി വയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായാണ് പറഞ്ഞത് എന്ന എൻ്റെ വിമർശനത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ മാറ്റി കൊടുക്കുന്നു. ശ്രീ ചാമക്കാല, ഒരല്പം ഉളുപ്പ്, എന്താ നിങ്ങളുടെ ഉളുപ്പില്ലായ്മ, നിങ്ങളുടെ ഉളുപ്പ്, നിങ്ങളുടെ ജാള്യത അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ മേൽ വെക്കുകയാണ്. നിങ്ങൾക്ക് നരേന്ദ്രമോദി എതിർക്കാൻ വയ്യ. ഇന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സെക്രട്ടറിയുടെ ഫ്രണ്ട് നടത്തിയ പ്രസംഗം എന്താ? ഈ സുരേന്ദ്രൻ്റെ വർത്തമാനവും വി ഡി സതീശൻ്റെ വർത്തമാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സുരേന്ദ്രൻ പറഞ്ഞ എന്താ? ഇത് കേരളം എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രീധരൻ കിട്ടിയ വകയല്ല. ഡൽഹിയിൽ നടപ്പിലാക്കിയാൽ, കേന്ദ്രം നടപ്പിലാക്കിയാൽ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല, നടപ്പിലാക്കേണ്ടി വരും. അതേ ഭാഷ കടമെടുത്തായിരുന്നില്ലേ ശ്രീ വി ഡി സതീശൻ എന്ന് പറഞ്ഞത്? അത് കേരളത്തിലെ കാര്യം. ഇനി കേരളത്തിൽ നിങ്ങളിന്ന് പ്ലക്കാർഡും പിടിച്ചിറങ്ങിയല്ലോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്. എന്തേ നിങ്ങളുടെ മുഖ്യമന്ത്രിയുള്ള തൊട്ടപ്പുറത്ത് കർണാടകയിൽ അതേ പ്ലക്കാർഡും പിടിച്ച് തെരുവിൽ ഇറങ്ങിയില്ല? എന്തേ തെലങ്കാനയിൽ അതേ പ്ലക്കാർഡും പിടിച്ച് തെരുവിൽ ഇറങ്ങിയില്ല?
ഹിമാചൽ പ്രദേശിൽ എന്തേ CAA-ക്കെതിരെ നടപ്പിലാക്കില്ല എന്ന് പറയുകയോ ഇതുപോലൊരു പ്രക്ഷോഭ പരിപാടി അവിടുത്തെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയോ ചെയ്തില്ല? തീരുന്നില്ല. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ആളുകൾ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു പ്രതികരണം, ശക്തമായൊരു പ്രതികരണം? ശരി, റഹീമിനോടൊന്ന് സഹകരിക്കണം. കാരണം റഹീമിന് അറിയാമല്ലോ, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് ജോർജ് കുര്യനിലേക്ക് എനിക്ക് വളരെ കുറച്ച് സമയമേ പോകാൻ പറ്റുള്ളൂ. അല്ലല്ല, ഒരു സെക്കൻഡ് റഹീമെ, എന്റെ ഒരു ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. ഞാൻ വരാം ശ്രീ റഹീം. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശരി ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഈ പറയുന്ന നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ കേസിന്റെ കാര്യത്തിൽ CAA എന്നതല്ല, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ സംസ്ഥാനങ്ങൾ അവയുടെ റോൾ നിർവഹിക്കും. അതിനടക്കമുള്ള അങ്ങയുടെ മറുപടി. അല്ല വേണു, ഇത് കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? ഈ CAA എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ ഊതി വീർപ്പിച്ച, മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും കൂടെ ഊതി വീർപ്പിച്ച കഥയില്ലാത്ത ഒരു കാര്യമായിരുന്നു. ആ ബലൂൺ പോയി, അതിൻ്റെ കാറ്റ് പോയി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യയിൽ ആർക്കും ദൂഷ്യമുണ്ടാകുന്ന ഒരു നിയമം അല്ല എന്നുള്ളത് കൊണ്ട്. ആകെ ദൂഷ്യം ഈ കേസാണ്. ഇവരെടുത്തിട്ടുള്ള ആൾക്കാരെ വെറുതെ തെരുവിലിറക്കി കേസെടുത്തിരിക്കുന്ന ആ കേസാണ് വിഷയം. അല്ലെങ്കിൽ ഞാൻ വേണുവിനൊരു വീഡിയോ അയച്ചു തന്നല്ലോ, 2003 മൻമോഹൻ സിംഗ് ഇത് ആവശ്യപ്പെട്ടതല്ലേ? 2012 പ്രകാശ് കാരാട്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മൻമോഹൻ സിംഗിന് കത്തയച്ചതല്ലേ? അതിനുശേഷം ഇവർ ഈ പറയുന്നത് കള്ളത്തരമല്ലേ? മറ്റൊരു കാര്യം ഞാനൊന്ന് അനുവദിക്കുകയാണ് പറയാം ഇതിൻ്റെ പ്രൊസീജിയർ. ഇവിടെ ഈ അഭയാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ UNHCR എന്ന് പറയുന്ന UN-ന്റെ ഒരു സംഘടനയാണ് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അവർ രജിസ്ട്രേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇൻ്റർവ്യൂ നടത്തി അവർ ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് ഒരു കാർഡ് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് വാടകയ്ക്ക് താമസിക്കാം, അവർക്ക് പെർമിറ്റ് കൊടുക്കും, വർക്ക് പെർമിറ്റ് കൊടുക്കും, ജോലി ചെയ്യാം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ക്രിസ്ത്യൻ അഭയാർത്ഥികളെ ഞാൻ കണ്ടതാണ് വൈസ് ചെയർമാനായിരുന്നപ്പോൾ. അത് യഥാർത്ഥ കാര്യത്തിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവരെ ഓരോ ക്യാമ്പുകളിലാക്കും. അവിടെയും മനുഷ്യാവകാശമുണ്ട്. ഡിറ്റൻഷൻ സെൻ്റർ ആണെങ്കിലും BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ അപ്പനെ ഒരു സ്ഥലത്ത്, അമ്മയെ ഒരു സ്ഥലത്ത്, കുട്ടിയെ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അപ്പനും അമ്മയും കുട്ടിയും ഒരുമിച്ച് താമസിക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്കും പെർമിറ്റ് കൊടുക്കും. ജോലി ചെയ്യാനുള്ള ഹ്യൂമൻ റൈറ്റ് അവിടെ നിഷേധിക്കുന്നില്ല. ഏത് രാജ്യത്തു നിന്ന് വന്ന ഏത് മതത്തിൽപ്പെട്ടവരായാലും. ഇനി ഇവിടെ ജയിൽ വാസം അനുഭവിച്ചവരാണെങ്കിൽ, അവർ ശിക്ഷ അനുഭവിച്ചവരാണ്, അവർക്കും ഹ്യൂമൻ റൈറ്റ് ഉണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ ഹ്യൂമൻ റൈറ്റ് എല്ലാം നിഷേധിക്കുന്നു കൊല്ലത്തെ ക്യാമ്പിൽ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അല്ലാതെ CAA ഒരു വിഷയമല്ല, അത് ആവിയായിട്ട് പോയി. നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്നും ഈ ചർച്ചയിൽ ഇവരുടെ ചക്കളത്തി പോരാട്ടമല്ലാതെ എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയോ വിഷ്വൽ സംവിധാനം കേടായതുകൊണ്ടാണ് ഞാൻ ക്ഷമയോടുകൂടി ഇരുന്നത്. നിങ്ങളുടെ സംവിധാനം ഇത് ജനങ്ങളെ ഇങ്ങനെ കൗളിപ്പിക്കരുത്. എന്താണ് CAA വന്നു കഴിഞ്ഞാൽ കുഴപ്പം? ആർക്കാണ് കുഴപ്പം? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഒരു പൗരനും കുഴപ്പമില്ല. വിദേശത്തുള്ള ചിലർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. വേണു, വിസ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, ഡിഫൻസ് നോക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരല്ല. സാമാന്യ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണിത്. ഇനി ആർട്ടിക്കിൾ 10 അനുസരിച്ച്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിന് നിയമം പാസ്സാക്കാം. അത് തെറ്റാണെങ്കിൽ കോടതിയിലുണ്ട്. സ്റ്റേ ചെയ്തില്ലല്ലോ കോടതി സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ചട്ടം വരുമായിരുന്നോ? എന്തേ പോകാൻ താമസിക്കുന്നു കോടതിയിൽ? പിറ്റേ ദിവസം എടുപ്പിക്കാമായിരുന്നല്ലോ. അവിടെ പെൻഡിങ്ങല്ലേ കേസ്, സബ്ജുഡീസാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? ഇലക്ഷൻ വരെ ഇവർ പോകില്ല, ഇവർ സ്റ്റേ ചോദിക്കില്ല. കോടതി എന്ത് തീരുമാനിച്ചാലും അതിനെ അംഗീകരിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. എത്ര നിയമങ്ങൾ റദ്ദ് ചെയ്തു? പഞ്ചപുച്ഛം അടക്കിയിരിക്കുകയല്ല ചെയ്തത്, അനുസരിക്കുകയല്ല ചെയ്തത്. ശുംഭന്മാരെന്ന് വിളിച്ചോ? ഇല്ലല്ലോ. കെ സുധാകരൻ പണ്ട് പറഞ്ഞതുപോലെ, കൽക്കരി കുംഭകോണത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ, സുപ്രീം കോടതി ജഡ്ജി പൈസ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാണ്, അതുകൊണ്ട് പക്ഷേ റഫാൽ ഇടപാടും ഈ CBIയുടെ തലപ്പത്ത് ആളെ രാജ്യരാമാനെ മാറ്റിയതുമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന ചീഫ് ജസ്റ്റിസിന്റെ 1-ാം നമ്പർ കോടതിയിൽ 2018 നരേന്ദ്രമോദി പോയിട്ടുണ്ട്. ശുംഭനെന്നൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ചീഫ് ജസ്റ്റിസിന്റെ 1-ാം നമ്പർ കോടതിയിൽ രാജ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി പോയിട്ടുണ്ട്.
ജ്യോതി, ഇവിടെ റഹീം കണക്കുകൾ അവതരിപ്പിച്ചു. അതിൻ്റെ ആധികാരികത ഞാൻ സംശയിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടിയ വിവരങ്ങളാണ്. ഇന്നലെ MV ഒന്നും മൂലം അത് പറഞ്ഞിട്ടില്ല. എങ്കിലും കണക്കുകൾ മുന്നിൽ വരികയാണ്. നാമമാത്രമായ കേസുകളെ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുള്ള മറുപടി. അപ്പോഴും അദ്ദേഹം പറയുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകളുടെ എണ്ണം 205 കോടതി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം 283 എന്നാണ്. ഇത് രണ്ടും എന്തായാലും പിൻവലിച്ചതല്ലോ. കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതും കോടതി തീർപ്പാക്കിയതും അത് തന്നെ പകുതിയിലധികമുണ്ട് എന്ന കാര്യം മാത്രം ഞാൻ അദ്ദേഹത്തെ ഓർപ്പിക്കുന്നു. അദ്ദേഹവും BJP യും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും BJP യും സംസ്ഥാനത്ത് ഒത്തുതീർപ്പിൻ്റെ പാതയിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം BJP എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം CPM കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് LDFിൻ്റെ കൺവീനർ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ജോർജ് കുര്യനാണ് ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്, അദ്ദേഹത്തിൻ്റെ ഓഡിയോ പ്രശ്നം കൊണ്ടുമൊക്കെ. ശ്രീ ജോർജ് കുര്യൻ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ CAA-യുമായി ബന്ധപ്പെട്ട കേസ് ചട്ടം ഫോം ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ തന്നെ 250-ലധികം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോഴെല്ലാം കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ചട്ടം ഫോം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ധൃതിയില്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ചട്ടങ്ങളുമായി രംഗത്ത് വന്നത്? 2019-ലും 2020-ലും റൂൾ ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ, റൂൾ പാസ്സാക്കിയപ്പോൾ തന്നെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മതത്തിൻ്റെ പേരിൽ നമ്മുടെ പൗരത്വം നൽകുന്ന ഒരു നിയമത്തിൻ്റെ ചട്ടവുമായി വരുമ്പോൾ ഈ രാജ്യത്ത് ഇത്തരത്തിൽ മതപരമായ ഡിവിഷൻ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ഇപ്പോൾ അടിയന്തരമായി ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ 4 ദിവസം കൊണ്ട് പാസ്സാക്കിയ മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതാണ്, മൻമോഹൻ സിംഗ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാണ്, റെക്കോർഡുണ്ട്. ഇല്ലെന്നേ, അത് ജ്യോതികുമാർ മനസ്സിലാക്കണം. മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതാണ്. എന്തുകൊണ്ട് ബേളം ഉണ്ടാക്കല്ലേ? താങ്കൾ ബേളം ഉണ്ടാക്കാതിരിക്കൂ. താങ്കളൊന്ന് ബേളം ഞാൻ പറയട്ടെ. മൻമോഹൻ സിംഗ് പറഞ്ഞോ കൊടുക്കേണ്ടതില്ല? മൻമോഹൻ സിംഗ് പറഞ്ഞോ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ലെന്ന്? മൻമോഹൻ സിംഗ് പറഞ്ഞ 3 രാജ്യങ്ങളിൽ മാത്രം മതി. മൻമോഹൻ സിംഗ് പറഞ്ഞോ 6 കമ്മ്യൂണിറ്റി മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞില്ലല്ലോ. മൻമോഹൻ സിംഗ് പറഞ്ഞോ ഈ 3 രാജ്യങ്ങളിലുള്ളവർ മതിയെന്ന്? മൻമോഹൻ സിംഗ് പറഞ്ഞോ ഈ 6 മതത്തിൽപ്പെട്ടവർക്ക് മാത്രം മതിയെന്ന്? മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കണമെന്ന്? അപ്പോ ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് പോകണ്ട. നിങ്ങൾ മൻമോഹൻ സിംഗ് പറയുന്നത് കേൾക്കാതിരിക്കണം. 2014 മുതൽ മൻമോഹൻ സിംഗ് പറയുന്നത് കേൾക്കാതിരിക്കണോ? അപ്പൊ ജോർജ് ഒരു മാന്യത കാണിക്കണം. താങ്കൾ പറഞ്ഞതല്ല. ശരി. എന്തായാലും എന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു.